ഈ ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് CPM വിട്ടു BJPയിൽ ചേർന്നു. ആ വാർത്തയല്ല പ്രധാനം. അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ ദ്രവിച്ച ആശയങ്ങൾ നാടിനെ പ്രതിസന്ധിയിലാക്കും. റെജി ലൂക്കോസിനേക്കാൾ പ്രാധാന്യം ഇപ്പോൾ ആ ചോദ്യത്തിനാണ്. പണ്ട് വിജയമാഷ് പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്തു നിർത്താം, പക്ഷെ ചോദ്യം അവിടെ അവശേഷിക്കും. ഈ ചോദ്യം അതൊരു വലിയ ചോദ്യം തന്നെയല്ലേ? കേരളം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വർത്തമാനമുണ്ട്, ഇടത് പുരോഗമന വാദം. അപ്പം എനിത്തിങ് ലെഫ്റ്റ് ഈസ് പ്രോഗ്രസീവ്. അതായത് ഇന്നലകൾ തെറ്റ്, ഇന്നുകൾ അനീതി നിറഞ്ഞ ചൂഷണം നിറഞ്ഞ വ്യവസ്ഥിതിയാണ്. പക്ഷേ സ്വപ്നതുല്യമായ ഒരു ഭാവി നാളുകളിലുണ്ട്. അത് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഭാവിയിലേക്ക് ഒരു ചുവട്, അതാണ് ഇടതുപക്ഷത്തിൻ്റെ സൈദ്ധാന്തികമായ അടിത്തറ. അതുകൊണ്ടാണ് ഇടത്, ലെഫ്റ്റ് ഈസ് ഓൾവേസ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷം, ബംഗാളിലെ ഇടതുപക്ഷം മുൻപ് തന്നെ തെളിയിച്ചതാണ്, അവർ പിന്തിരിപ്പൻ ആശയങ്ങൾ ഇടതുപക്ഷം എക്കാലത്തും ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്ന കുത്തകകളുമായുള്ള ചങ്ങാത്തം, ക്രോണി ക്യാപിറ്റലിസം. നമ്മൾ കണ്ടു, നന്ദിഗ്രാമിലും സിംഗ്രൂറിലും കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ കൂട്ടുനിൽക്കുന്ന CPM-നെയും അതിന് കൊടുക്കേണ്ടി വന്ന വിലയെയും കണ്ടു. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായ ഒരു നൈർമല്യം, നിർമ്മലത, അതെല്ലാം തന്നെ കൈമോശം വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റെജി ലൂക്കോസിനെ പോലെയുള്ള CPM-ലെ ബുദ്ധിജീവികൾ, അതായത് ബുദ്ധിജീവികളുടെ പാർട്ടി കൂടിയാണല്ലോ CPM, ഏറെ, കാരണം മറ്റ് പാർട്ടികളിൽ സാധാരണ ബുദ്ധിജീവി കാറ്റഗറി വളരെ അപൂർവമാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ആ പദം ആരും പ്രയോഗിക്കാറില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ചിലരൊക്കെ സൈദ്ധാന്തികർ എന്ന് പറയുന്നു, ചിലരൊക്കെ ബുദ്ധിജീവി എന്ന് പറയുന്നു. സന്ദേശം എന്ന സിനിമയിലൊക്കെ ബുദ്ധിജീവിയായിരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നേതാവ്, ശ്രീനിവാസൻ അഭിനയിച്ച ഒരു ക്യാരക്ടർ ബുദ്ധിജീവിയാണെങ്കിൽ പല കാര്യങ്ങളും എളുപ്പമാണ്. അപ്പോൾ വിറക് വെട്ടാനും വെള്ളം കോരാനും പോകണ്ട, സ്റ്റഡി ക്ലാസ്സുകൾ എടുത്തൊക്കെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഈ ബുദ്ധിജീവി വിഭാഗത്തിൽ ഏറെ നേതാക്കളുണ്ട്. അവരിൽ പലരും കൃത്യമായ ദർശനമുള്ളവരുമാണ്. പക്ഷേ ആ ദർശനത്തിൽ വൈകല്യമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ തുറന്നു പറയാനുള്ളൊരു അന്തരീക്ഷം CPM-നുള്ളിലില്ല, ഇടതുപക്ഷ സഹയാത്രികരായി നിൽക്കുമ്പോഴുമില്ല. ആ ബുദ്ധിമുട്ടാണ് ഒരു പക്ഷേ റെജി ലൂക്കോസ് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഈ പഴകി ദ്രവിച്ച റെജി ലൂക്കോസ് ഉപയോഗിച്ച വാക്കുകളാണ്, വളരെ പരിചിതനായ ആളാണ് റെജി ലൂക്കോസ്. ചാനൽ ചർച്ചകളിലെ സ്ഥിര മുഖമാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് ചാനൽ ചർച്ചകളിൽ ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്, പാനലിൽ ഇരുന്നിട്ടുള്ളതുമാണ്. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ലൈനൊക്കെ എനിക്ക് വളരെ പരിചിതമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അത്ഭുതമൊന്നും പറയാനില്ല. കാരണം ഒരു റോള് നിർവഹിക്കുന്നു. ചാനൽ ചർച്ചയൊക്കെ എന്ന് പറയുമ്പോൾ ഒരു റോളാണ്. ആ റോള് ഒരു പാർട്ടി അനുഭാവി എന്ന നിലയിൽ, ഒരിക്കലും CPM എന്ന നിലയിലല്ല റെജി ലൂക്കോസ് പലപ്പോഴും ചർച്ചകളിൽ ഇരിക്കുന്നത്. ഇടത് സഹയാത്രികൻ, അത് അഡ്വക്കേറ്റ് BN ഹസ്കർ ആണെങ്കിലും ഇടത് സഹയാത്രികൻ എന്ന രൂപത്തിൽ അങ്ങനെ അനേകരുണ്ട് ഇടത് സഹയാത്രികന്മാർ. അവരിൽ ചിലരെങ്കിലും മാറി ചിന്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. അത് മാറി ചിന്തിക്കുമ്പോൾ ഒരു ഒന്നൊന്നര മാറ്റമാണിത്. അത് BJPയിലാണ് എത്തി നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നത് ഒരു വലിയ ഒപ്റ്റിക്സാണ്. കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. അതുകൊണ്ട് കൂടുതൽ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്ന്, മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ കൂടുതൽ ക്രൈസ്തവ മുഖങ്ങൾ BJPയിലേക്ക് വരുന്നു. റെജി ലൂക്കോസിനെ വെറും ക്രൈസ്തവ മുഖം എന്ന നിലയിലല്ല, അങ്ങനെയല്ല കാണുന്നത്. പക്ഷേ ക്രൈസ്തവരുൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന പദ്ധതിയുടെ വിജയമായി വേണമെങ്കിൽ കാണാം. അല്ല എങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്ക് വരുന്നത് അസ്വാഭാവികമായ, അത്യപൂർവമായ കാഴ്ചയല്ല. എത്ര പേരാണ് വന്നത്? കോൺഗ്രസിൽ നിന്ന് അനിൽ ആന്റണി എത്തിയില്ലേ? അതെ. അതുപോലെ മറ്റു പല പാർട്ടികളിൽ നിന്നും ജനപക്ഷത്ത് നിന്ന് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് എത്തിയില്ലേ? അദ്ദേഹം ഒരുപക്ഷെ പാലായിൽ മത്സരിക്കാൻ തയ്യാറാവുന്ന, ഒരു റെജി ലൂക്കോസിനൊരു സീറ്റ് എവിടെയെങ്കിലും, മധ്യ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് BJPക്ക് വേണ്ടി മത്സരിക്കാനായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അത് BJP ഒരു സാധ്യതയായി അതിനെ കാണുന്നു. CPM-ന് പുനർവിചിന്തനം. റെജി ലൂക്കോസ്, സാറ് ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. റെജി ലൂക്കോസ് എന്ന വ്യക്തി എന്തു പറയുന്നു എന്നതല്ല, പറഞ്ഞ ആശയം, പഴകി ദ്രവിച്ച മുദ്രാവാക്യങ്ങൾ,
നമ്മൾ കൊയ്യും വയലെല്ലാം. ഇവിടെ സാധാരണക്കാരൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് റജി ലൂക്കോസ് ഇപ്പം ഇവിടെ ഇത് തന്നെയാണ് പറയുന്നത്. ഇത് പല പ്രാവശ്യം പറയുമ്പോഴും തിരുത്താൻ തയ്യാറാക്കാത്ത CPM ഇപ്പോഴും പഴയ സങ്കേതങ്ങൾ പറയുകയാണ്. പുരോഗമനം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു. പുരോഗമന ചിന്തയുള്ള പുരോഗമനവാദിയായ പാർട്ടിക്ക് എങ്ങനെയാണ് ജാതി മത മേലധ്യക്ഷന്മാരുടെ ഗുഡ്വില്ലോടുകൂടി വോട്ട് ബാങ്കുകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ എങ്ങനെയാണ് CPM കാണുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിവാദമാണ് എങ്കിൽ തള്ളിപ്പറയാനുള്ള ആർജവം എന്തുകൊണ്ട് മുഖ്യമന്ത്രി കാട്ടുന്നില്ല? പാർട്ടിയുടെ ചില ചെറിയ നേതാക്കളൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ പാർട്ടിക്കൊരു നിലപാടുണ്ടോ? അത് വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതൊന്നും കഴിഞ്ഞില്ല എങ്കിൽ പഴകി ദ്രവിച്ച ആശയങ്ങളുടെ അത് ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ പാർട്ടിയായി ഹിന്ദു പാർട്ടിയായി ആണ് BJPയും ഹിന്ദു പാർട്ടിയായി പൊസിഷൻ ചെയ്യുന്നു, CPMും ഹിന്ദു പാർട്ടിയെ പൊസിഷൻ ചെയ്യുന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് CPMും BJPയും തമ്മിലുള്ള വ്യത്യാസമെന്ന് നാട്ടുകാർ ചോദിക്കില്ലേ? അപ്പം ഇവിടെ ഒരു സൈദ്ധാന്തിക അടിത്തറയും പ്രത്യയശാസ്ത്രവും പുരോഗമനവാദവും എല്ലാം വാക്കുകളിൽ ഒതുങ്ങുന്നു എന്ന ഒരു ആശയമാണ് റജി ലൂക്കോസ് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പുരോഗതി ഉള്ളത് പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയുന്നത് BJPക്കാണ് എന്ന് റജി ലൂക്കോസ് കരുതുന്നു. ഇങ്ങനെ എല്ലാവരും കരുതുന്നു എന്നർത്ഥമില്ല. അപ്പം അങ്ങനെ മാറി ചിന്തിക്കുന്ന കേരളത്തിലെ ആളുകളുടെ, പ്രത്യേകിച്ച് ബുദ്ധിജീവികളുടെ ഒരു മുഖമായി ഇപ്പോൾ ശ്രീ റജി ലൂക്കോസ് മാറുന്നു എന്ന് കാണാം. പ്രത്യേകിച്ച് ഇത് ഈ ഒരു ക്രൈസ്തവ മുഖത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു തലത്തിലും അതിന് പ്രാധാന്യം ഏറുകയാണ്. റജി ലൂക്കോസ് ഒരിക്കലും ക്രൈസ്തവ മുഖമായി മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ഒരു കൃത്യമായ അവലോകനം, എത്രയോ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ കൃത്യമായ CPM എടുക്കുന്ന ലൈൻ, ഇടതുപക്ഷം എടുക്കുന്ന ജനറൽ ലൈൻ, അതിൽ കടുകിട ആണ് മാറാതെ തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ച ഒരാളാണ്. പക്ഷേ അത് വാക്കുകൾ മാത്രമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളിലെ ആർജവം CPM പ്രവൃത്തിയിൽ കാട്ടുന്നില്ല എന്ന പരിഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഈ വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. നമുക്ക് രണ്ട് രീതിയിൽ തന്നെ കാണാം. ഒരു വ്യക്തി BJPയിലേക്ക് പോകുന്നത് സാധ്യതകൾ, മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിയാണ് എന്ന വിമർശനങ്ങൾ ഉയർത്താം. അതൊരു വശത്ത്. മറുവശത്തെ ഈ പാർട്ടിയിൽ ഒരു ഭാവിയില്ല എന്ന് കരുതുന്ന അനേകരുണ്ട്. ഭരണത്തിൽ ഉള്ളപ്പോൾ ഭാവിയുണ്ട് എന്ന് വേണം കരുതാൻ. ചില പ്രയോജനങ്ങളുണ്ട്. ചില പാർട്ടി അനുഭാവികൾക്ക്, പാർട്ടി കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ചില ജോലി സാധ്യതകൾ ഒക്കെ ഉണ്ട്. ഇനി അഴിമതിയുടെ ഉൾപ്പെടെ സാധ്യതകൾ പലർക്കും ഉണ്ട്. പക്ഷേ ഭരണത്തിൽ ഒരുപക്ഷെ CPM വരില്ല എന്ന ബോധ്യം, ഇത് മുങ്ങുന്ന കപ്പലാണ് CPM, മുങ്ങുന്ന കപ്പലാണ് ഇടതുപക്ഷം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഉണ്ട്, ഈവൻ ബുദ്ധിജീവി വിഭാഗത്തിൽ. അങ്ങനെയെങ്കിൽ തങ്ങളുടെ സാന്നിധ്യം, ബൗദ്ധികമായ ഒരു ഇൻ്റലക്ച്വൽ ഒരു പ്രസൻസ് മറ്റൊരു പാർട്ടിയിലുണ്ട് എങ്കിൽ കുറച്ചുകൂടി പുരോഗമന ആശയങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. വികസനം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പുറമെ പറയുന്നത് CPM ആണെങ്കിലും BJP, അതിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു സാധ്യതയാണ്. പീപ്പിൾ ഹാവ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു BJP. അപ്പം ഇതുവരെ ടൈം ടെസ്റ്റഡ് അല്ല. ഇപ്പോൾ അത് അളക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു. വൈകിയെങ്കിലും അത് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് ഗിവ് BJP എ ചാൻസ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ബുദ്ധിജീവികളുടെ ഒരു വിഭാഗമെങ്കിലും അങ്ങനെ പുതിയ ബാൻഡ് വാഗണിൽ കയറാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, പറയുന്നത് കൊണ്ട് മറ്റൊന്നും ധരിക്കരുത്. ബംഗാളിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ബംഗാളിൽ CPMനുള്ളിൽ നിന്നുകൊണ്ട്, ഇടതുപക്ഷ സ്പേസിൽ നിന്നുകൊണ്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ തിരുത്താൻ അനവധി ശ്രമങ്ങളുണ്ടായി. നൂറുകണക്കിന് സൈദ്ധാന്തികൾ ശ്രമിച്ചു. അപ്പോഴൊന്നും പാർട്ടി മാറി ചിന്തിക്കാൻ തയ്യാറായില്ല. പഴകി ദ്രവിച്ച ആശയങ്ങളുടെ തടവിലായിരുന്നു പാർട്ടി. അങ്ങനെ ഇതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ BJPയിലേക്ക് എൻ ബ്ലോക്ക് ചാടി. കുറേ പേർ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. വലിയൊരു നമ്പർ CPMൽ നിന്നും BJPയിലേക്ക് പോയി. ബംഗാളിലെ CPMൻ്റെ അവസ്ഥ നോക്കൂ, ത്രിപുരയിലെ CPMൻ്റെ അവസ്ഥ നോക്കൂ. സമാനമായ അവസ്ഥയാണോ കേരളത്തിലെ CPMനെയും കാത്തിരിക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായും നഷ്ടപ്പെട്ടു പോയ ബഹുജന അടിത്തറ, സൈദ്ധാന്തിക അടിത്തറ, അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം തിരിച്ചു പിടിക്കാനുള്ള സമയം CPMനായി എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ കാട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.